ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ ഡേ മൈ ലൈഫും കൂടെ കാണിക്കുമെന്ന്. അപ്പം ഞാൻ ഉസ്മാനും കുറച്ച് നേരം വൈകി പോയിട്ട് ഉറങ്ങി എണീക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് പിന്നെ സൺഡേ ആണ്. അപ്പോൾ ഡാഡിയും മമ്മിയും ചായ കുടിച്ച് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അമ്മായിയമ്മയും ഇങ്ങനെ ഒരു അമ്മായി അപ്പനെയും കിട്ടിയതിൽ ഞാൻ ഭയങ്കര എന്താ പറയുക ലക്കിയാണ്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ മൈ ലൈഫ് കൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു താത്ത ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ ഡേ മൈ ലൈഫും കൂടെ കാണിക്കുമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ഡേ മൈ ലൈഫ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉറങ്ങി എണീച്ചിട്ടേ ഉള്ളൂ. പല്ല് തേച്ചു, സ്കിൻ കെയർ കഴിഞ്ഞു. അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല എന്നല്ല, സംഭവം വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു പോയതാണ് കേട്ടോ. പിന്നെ അത് ഉസ്മാൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഉസ്മാൻ ബാത്റൂമിലാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചായ കുടിക്കണം. ഇവിടെ ഉസ്മാനില്ല. അപ്പോൾ ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി നോക്കാം. തിളച്ച് പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ചായ തിളക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. പത്തിരി, പിന്നെ പത്തിരിക്കുള്ള ഇസ്റ്റ് കറി ഒക്കെ റെഡിയാണ്. ഞാൻ ഉസ്മാനും കുറച്ച് നേരം വൈകി പോയിട്ട് ഉറങ്ങി എണീക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് പിന്നെ സൺഡേ ആണ്. അപ്പോൾ ഡാഡിയും മമ്മിയും ചായ കുടിച്ച് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഉസ്മാൻ എണീച്ചിട്ടുണ്ട്, ബാത്റൂമിലാണ്. അപ്പോൾ ഇനി ബാത്റൂമിൽ പോയിട്ടൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ചായ കുടിക്കും. അതിന് മുൻപ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട് ഗൈസ്. കണ്ട ഗൈസ്, നമ്മളെ വീട്ടിലത്തെ പൂച്ചയാണ്. വേറെ ഏതോ പൂച്ചയായിട്ട് അടിപൊളിയാണ് ഗൈസ്. വേണം നിനക്കെന്ത് വേണം? ചിക്കൻ കൊണ്ടുവന്ന് അല്ല അമ്മയാ മീനാ അവനെന്തോ കൊണ്ടാന്ന് വിചാരിച്ചിട്ടാ കാര്യന്നെ. വിഐപിക്ക് മത്തിക്കറി വെക്കണ ഫ്രഷ് മത്തി കൊണ്ടുവന്നിട്ട് വിഐപി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓ വെയിറ്റിങ്ങില്ല. ഇതപ്പ കയ്യോ അല്ലേ? ഏഴും മനസ്സിലൊന്നില്ല. ഇത് രണ്ടാണ്. ആ വന്നു 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 വന്നു. തൊട്ടോന്ന് തൊട്ടോ. എന്നാ അമ്മ ചായ കുടിക്കാം. നമ്മൾ ചായ കുടിച്ചിട്ട് വരാം. ഹലോ എന്നാളോ? ആ 16 ഇല്ല 15 TV കാണാന്നില്ലേ? അരിപ്പത്തിരി ഇസ്റ്റ് കറി. 2 പിന്നല്ല 3 പിന്നല്ലേ? 3 പിന്നല്ലേ? 2 പിന്നെ കറി നടുവില് പറഞ്ഞ തിന്നൂല ഗൈസ്. എന്നിട്ട് ഇപ്പൊ എന്റെ വര നിക്കാണ് ഫുൾ. എന്തായാലും കറി കൂടിട്ടല്ലേ പത്തിരി തിന്ന. എങ്ങനെ തിന്നുമ്പോ ചായ എല്ലാം കുടിച്ചായിരുന്നു. ഇനിയത്തെ പരിപാടി എന്താ വെച്ചാൽ അടിച്ചു വരണം, തുടക്കണം. പിന്നെ കഴിഞ്ഞിട്ട് നമുക്കിന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിക്ക് കുറച്ച് തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ അരിഞ്ഞ് വെക്കണം. പിന്നെ ബിരിയാണി വെക്കുന്നത് ഞാനല്ല കേട്ടോ, മമ്മിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഡേ മൈ ലൈഫിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാനുണ്ടാവില്ല ഇവിടെ. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ബാക്കി പരിപാടി നോക്കട്ടെ കേട്ടോ. പിന്നെ മമ്മി അലക്കായിരുന്നു കേട്ടോ. മമ്മിനെ ഇവിടെ കാണുന്നില്ല. മമ്മി അവിടെ അലക്കി ആറിടാൻ വേണ്ടിയിട്ട് പോയി എന്നാണ് തോന്നുന്നത്.
യെസ്. അപ്പോൾ ഇതവിടെ ഉള്ളിയും തക്കാളിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി വെക്കാൻ നമുക്ക് ഇത്ര ഉള്ളിയും തക്കാളിയും മതി. കണ്ണൻകടവായിരുന്നെങ്കിൽ കുറേ ഉള്ളിയും കുറേ തക്കാളി എടുക്കും. കാരണം ചിക്കൻ അനുസരിച്ച് എന്താ പറയുക തക്കാളിയും ഉള്ളി എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ ദമ്മിട്ടിട്ടാണ് ബിരിയാണി വെക്കുക. പക്ഷേ ഇവിടെ എന്താ പറയുക മമ്മീൻ്റെ സ്റ്റൈലിലാണ് വെക്കൽ. അവിടെ വെക്കണ പോലെ അല്ല കേട്ടോ. അതിപ്പോൾ അങ്ങനെ തന്നെയാണ്. ഓരോ സ്ഥലത്തും ഓരോരോ തരത്തിലാണല്ലോ ബിരിയാണി വെക്കുക. അപ്പോൾ മമ്മി വെക്കുന്ന ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മമ്മിയാണ് കൂടുതലും ഇവിടെ ബിരിയാണി വെക്കാറുള്ളത് കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലൊക്കെ എന്താ പറയുക ദമ്മിട്ട ബിരിയാണി വെക്കും. പിന്നെ നമ്മളെന്താ പറയുക ദമ്മിട്ട ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ച് അങ്ങനെയൊക്കെയാണ് വെക്കാറുള്ളത്. പക്ഷേ മമ്മി ചിക്കൻ പൊരിക്കാണ്ട് ചിക്കൻ വേവിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കാറ് കേട്ടോ. ശരിക്കും അതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ മറ്റേത് കുറേ പൊരിച്ചതും കരിച്ചതൊക്കെ ആകുമ്പോൾ നമുക്ക് അത് വേറൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് നല്ലത്. പിന്നെ മമ്മീൻ്റെ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആദ്യമൊക്കെ ഉസ്മാൻ എന്താ പറയുക എന്നെ കാണാൻ വരുന്ന സമയത്തൊക്കെ 2 തവണ അങ്ങനെ മമ്മിക്ക് ബിരിയാണി വെച്ചിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോഴേ ഞാൻ മമ്മീൻ്റെ ബിരിയാണീൻ്റെ ഫാനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിത് മുറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഉള്ളി അരിയട്ടെ. മമ്മി എപ്പോഴും എന്നെ കാണുന്നില്ലല്ലേ. മമ്മി എപ്പോഴും പറയും കേട്ടോ, എന്താ പറയുക മമ്മി അരിയുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് അരിയുക, ഞാൻ അരിയുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിയുക. അപ്പോൾ മമ്മി എപ്പോഴും ഉള്ളി കൊണ്ടാണ് മുറിപ്പിക്കുക. അതാകുമ്പോൾ വേഗം വാടി കിട്ടും. പിന്നെ അരിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്റ്റൈൽ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനാണ് ഗൈസ് ഇവിടെ ഉള്ളി മുറിക്കുന്ന എക്സ്പേർട്ട്. ഓക്കെ, ഓരോ സ്ഥലത്തും ഓരോ വീട്ടിലും ഉള്ളി മുറിക്കുന്ന ഒരു എക്സ്പേർട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരാന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. അപ്പോൾ ഞാൻ ഉള്ളി മുറിക്കട്ടെ കേട്ടോ. കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. മൂടിയാണ് ഇരുടായി. ഇവിടെ വേഗം നമ്മള് പുറത്തേക്ക് നിന്ന് നോക്കിയാല് അത്ര ഇരുട് തോന്നൂല. അപ്പൊ അതാ കുനുകുന അരിഞ്ഞ ഉള്ളി. ഇവിടെ വേഗം ഇരുട് പിടിക്കും. കൊലഞ്ഞ് നോക്കുമ്പോ അങ്ങനെ തോന്നൂല. അപ്പൊ ഇതാ തക്കാളി ഉള്ളി മുറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മറന്നു പോയതാണ്, പച്ചമുളക് മുറിക്കലില്ല കേട്ടോ. മമ്മി പച്ചമുളക് അരച്ചിട്ടിടലാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്, അരച്ചിട്ടിടലാണ്. അപ്പോൾ ഇനി മമ്മി ബിരിയാണി ആക്കും. മമ്മി അലക്കി കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി പോയിന്. ഇനി ഞാൻ പോയി അടിച്ച് വാരി തുടക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് കാണുന്ന നിങ്ങളെയായിരിക്കും ഞാൻ ഒരു പണിയും എടുക്കലില്ലേ അപ്പോൾ. ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ ഭയങ്കര സുഖമാണ് കേസ്. എന്നെ തള്ളി പറയല്ല കേട്ടോ. ഞാൻ ഇവിടെ വന്ന സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്ര പണിയാണ്, മീൻസ് എനിക്ക് ഇത്ര പണിയുള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ ഡേ മൈ ലൈഫിൽ നമ്മൾ കാണിക്കുമല്ലോ. ഓക്കെ, ഞാൻ അടിച്ചായിരുന്നു, തുറക്കണു, അതേപോലെ മീൻ മുറിക്കണു, അത്രേ ഉണ്ടാവുള്ളൂ എനിക്ക് എപ്പോഴും പണി. അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീൻസ് കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അത് എന്താ പറയുക പുതുമോടിയല്ലേ, തുടക്കമല്ലേ, അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ റെഡി ആക്കുള്ളൂ എന്ന്. ഇപ്പോൾ കഴിഞ്ഞിട്ട് 2 കൊല്ലമായി, 2 കൊല്ലം ആവാറായി. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. എനിക്ക് അങ്ങനെ തന്നെയാണ് ഇവിടെ. ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അമ്മായിയമ്മയും ഇങ്ങനെ ഒരു അമ്മായി അപ്പനെയും കിട്ടിയതിൽ ഞാൻ ഭയങ്കര എന്താ പറയുക ലക്കിയാണ്. അപ്പം അങ്ങനെ എന്താ പറയുക, കാരണം എന്താ വെച്ചാൽ ഞാൻ വന്ന സമയത്ത് എന്താ പറയുക ഇവരെന്നെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതേപോലെയാണ് ഇന്നതായി ഈ നിമിഷം വരെ ഇവരെന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താ പറയുക ഭയങ്കരമാണ്, നല്ല കെയറിങ് ആണ്, നല്ല ഇഷ്ടമാണ്. കയറി വന്ന മരുമകള് എന്നുള്ള രീതിയിലല്ല, ഒരു മോള് എന്നുള്ള രീതിയിലാണ് ഗസ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഇനി ഞാൻ അടിച്ചു വരാം, തുടക്കുക, പിന്നെ കഴിഞ്ഞാൽ കുളിക്കുക. പിന്നെ മമ്മി ബിരിയാണി വെക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും വന്നിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ല, ഇതുവരെ ഇല്ല. ഇനിയിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്യുമെന്നുള്ള അറിയില്ല കേട്ടോ, ഉസ്മാൻ ഇവിടെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നല്ല മഴക്കാറുണ്ട് ഗൈസ്, വെയിലില്ല, ഇരുട് പിടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കുളിക്കണം. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ കുളിച്ച് നിസ്കരിച്ച് പിന്നെന്താ അത്രേ ഉള്ളൂ. പിന്നെ ചോറ് തിന്നുക, പിന്നെ വേണമെങ്കിൽ കിടന്നുറങ്ങാം, പിന്നെ വേണമെങ്കിൽ വീടെടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് ഓരോരോ മൂഡിനനുസരിച്ചാണ്. ചില സമയം ഞാൻ കിടന്നുറങ്ങും, ചില സമയം ഞാൻ വീടെടുക്കും, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇതിന് ബാക്കിയുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയും മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. മമ്മി കുളിക്കാൻ പറ്റുന്നുണ്ട്. മമ്മി കുളിച്ച് വരുമ്പോഴത്തേക്ക് അടിച്ചു തുടക്കണം, നാളെ എൻ്റെ ഒരു ആഗ്രഹം, നോക്കട്ടെ, ശ്രമിക്കാം. അപ്പോൾ ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ, എനിക്ക് കഴിയണ പോലെ ഞാൻ വീഡിയോ എടുക്കാം എന്തായാലും. അപ്പോൾ അടിച്ചു വരട്ടെ. ചെറുതായിട്ട് നമ്മളെ പോര ഒന്ന് വൃത്തിയാക്കി വരും. അപ്പോൾ കുറച്ച് സാമാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ്, ഇതൊക്കെ എത്ര കൊല്ലം പഴക്കണ്ട്?
അറിയില്ല ഇതിവിടെ എങ്ങനെ കറങ്ങും സെന്റർ ഓഫ് ഗ്രാവിറ്റി അങ്ങനെ ഇതെങ്ങനെ വെച്ചാൽ ഇങ്ങനെ നിൽക്കില്ലേ? സംഭവം ഒരു വേലിന്റെ മുകളിൽ പോയി 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 കിളി നിക്കുന്നു. ഞാൻ കണ്ട അയാനല്ലോ പൂച്ചക്കുട്ടി അല്ലല്ലോ, അത് നായ്ക്കുട്ടിയല്ലേ? ആ അത് നായിയാണ്. ബോ ബോ ഇതിങ്ങനെ നിക്കൂ. കാറിലോട്ട് ചോദിച്ചോക്കാ. ഇത് എത്ര കൊല്ലായി? കൊറേ വർഷങ്ങളായി. നല്ല രസമുണ്ട് കാണാൻ. എന്നാ നമ്മൾ കാറിൽ വെക്കാൻ കഴിച്ചു. എപ്പോഴോ വാങ്ങിയത്. ഫ്രണ്ടിൽ കിടക്കണേ. ഇനി ആ നീല സാധനം മാറ്റിട്ട് ഇത് വെക്കാം. എന്ത് പറയുന്നു? ഇത് ഫുള്ള് ഞാന് ആദ്യം ഇതുമലേനും മുമ്പേ പാട്ടി പാട്ടി ഫുള്ളായിട്ട് എന്നതാ അത് ഇത് തിരിയണില്ല. ഇതിന്റെ ഓയിൽ ഇട്ടു. കാമലോ എന്ന് വെച്ചാല് ഹിന്ദിയാണ് നിങ്ങൾ പറയണേ? ഒട്ടകം. ഞാൻ ഫസ്റ്റ് വാങ്ങിയ വണ്ടിയാണ്. ഇതിൽ കൊറേ ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ട്. എവിടെ വരെ പോയിന്? കാശ്മീർ പോയിണോ? മനാലി? അല്ല പഴയ കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ ഇപ്പൊ കുട്ടികൾക്ക് കിട്ടും കൂടി ഇല്ല. ഇതിപ്പോ എത്ര കൊല്ലായി? 40 കൊല്ലായോ? 40 വയസ്സുള്ള കുണ്ടിപ്പൊടി എന്ത് മറ്റേ ചോർച്ചിലൊക്കെ ഇടൂലേ? എന്തോടി? കുണ്ടിപ്പൊടി കുണ്ടിപ്പൊടി ഇതാണ് മറ്റേ വെള്ളയാന. ഫുള്ള് കേടായിന്. ഫുള്ള് കൊറേ പഴക്കള സ്ഥലം. മെതിയടി ഉണ്ടേലി? അതാണ് മെതിയടി ആരും ഉണ്ടാക്കിയ പോലെ ഉണ്ടല്ലോ. ഇതാ പച്ച സീഡി അല്ല, ആര്യ. ആര്യ 2 ആര്യ. ന്യൂ സോങ്സ് Y2K FUG ഇതൊക്കെ ഞാൻ ഉണ്ടോ? ചന്ദ്രലേഖ. ചന്ദ്രലേഖ കാണിക്ക്. കാണില്ല, ക്ലിയർ ഇല്ല. ഞാൻ നോക്കാം. ആ ഇത് മറ്റേ സിനിമ അല്ലേ? കേസ് മധുചന്ദ്രലേഖന്റെ ഡിസ്ക് 20 ഉറുപ്പ്യന് തോന്നില്ലേ? 20ാമത്തെ നമ്പർ. ഇതിന്റെ പഴയ സാധനങ്ങളാണ്, പഴയ കപ്പുകളാണ്. ഇത് 1ാം ക്ലാസ്സിൽ എനിക്ക് ഗുസ്തി മത്സരം 1ാം ക്ലാസ്സിൽ എനിക്ക് എന്തിനോ ഫാൻസി ഡ്രസ്സിനായിട്ട് കിട്ടിയാണ്. തേങ്ങ വലിക്കാരനെ ആ ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ പിൻ ചെയ്യാം. നോക്കാം, കിട്ടിയാൽ പിൻ ചെയ്യാം. ആ ഫോട്ടോ ഞാൻ തരാം. 40 വർഷത്തെ സാധനങ്ങൾ നമ്മളിവിടെ അഴവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അഴവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ വിസിലിന് ഓരോരോ ഇതുണ്ട്. നോക്കട്ടെ, ഈ വിസിലിന് മുഖം ഉണ്ട്. കേസ് മുഖം കണ്ടോ? മുഖം ഉണ്ട്. മാത്രല്ല ഇതിന്റെ ഉള്ളില് മറ്റേ സാധനം ഉണ്ടാവില്ല. എന്താ മറ്റേ സാധനം ഇല്ലാത്തത്? ധാര കൊടുത്തെന്നുള്ള കമന്റ് ചെയ്യാ. കണ്ടാ അറിയാന്നല്ലേ? അതന്നെ, കൊടുത്തവർക്ക് അറിയാം. അപ്പൊ കൊടുത്തവര് ബന്ധപ്പെടുക. ചുറ്റുകള കിട്ടി. ചുറ്റുകള പിന്നെ ഞാൻ ചുറ്റുകളാന്നാ പറയുന്നത്. ഇത് ഓട്ടോറിക്ഷയിൽ വെക്കുന്ന സാധനമാണ് ഉസ്മാൻ പറയുന്നത്. പക്ഷെ ഇത് ഓട്ടോറിക്ഷയിൽ വെക്കുന്ന സാധനമല്ല. ഓട്ടോറിക്ഷയിലും ബസ്സിലൊക്കെ ഉണ്ടാവും. ഇല്ലല്ലോ, ഇതിങ്ങനെ കൈമ ചുറ്റി വെക്കാം. പക്ഷെ അത് പൊട്ടണതാട്ടോ. ഇത് പ്ലാസ്റ്റിക് ആണ്. ഇതാ ഞാൻ പറഞ്ഞത് ചുറ്റുകള. ഇതിങ്ങനെ വെച്ചിട്ട് അത് വളയല്ലോ, ഇങ്ങനെ ചുറ്റലാണ്. ചുറ്റുകള കേട്ടോ. ഇങ്ങനെ ചുറ്റലാണ് ചൊറിയിട്ടോ. ഇങ്ങനെയാണ് കേസ്. ഇങ്ങനെ ചുറ്റുകള ഫുള്ളായിട്ട് ചുറ്റിട്ടു. അത് കൊണ്ടുപോയിക്കോ. കല്യാണത്തിനല്ലേ 2 ദിവസം കഴിഞ്ഞാല്. കല്യാണത്തിന് പോവിടാ. എന്താ എന്റെ ഫോണിന്റെ മുകളിലൊക്കെ മഞ്ഞ കളർ ആയിക്കണം. ചുറ്റുവളട്ടേക്കും ചുറ്റുവള. ചുറ്റുവള
ഇപ്പോഴും ഉണ്ട് അത്. അല്ല മമ്മിയത് ചുറ്റുവളല്ലേ മമ്മിയെ? ചുറ്റുവളാന്ന് പറയും. എന്നിട്ട് പറയാണേ ഓട്ടോറിക്ഷയിൽ വെച്ച ഓട്ടോറിക്ഷയിൽ വെച്ചത് പിന്നീടാണ്. അതെ ഇത് ആദ്യം ചുറ്റുവള. ഇതൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചുറ്റുവളാക്കി അല്ല ഇതാക്കി ഓട്ടോറിക്ഷയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചത്. പിന്നെയാണ് ഇതൊക്കെ നമ്മള് സ്കൂളിലൊക്കെ പോകുമ്പോഴേന് അരി ഏതാണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിട്ട് തെറ്റേക്കും. ഇത് ജോക്കർ അല്ല ജോക്കർ ശരിയാണ്. ശരി ഓക്കെ. ഇവിടെ ബിരിയാണീൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടിച്ചു വാരി തുടക്കാൻ വേണ്ടി പോയപ്പോൾ ഡാഡി പറഞ്ഞു ഇന്ന് തുടക്കണ്ടാന്ന്. സംഭവം എന്താ വെച്ചാൽ നാളെ നമ്മളെന്താ ഇതിൻ്റെ കബോർഡ് വെക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും. അപ്പോൾ ഡാഡി പറഞ്ഞു അതുകൂടി കഴിഞ്ഞിട്ട് തുടച്ചാൽ മതി എന്നുള്ളത്, അല്ലെങ്കിൽ തുടക്കൽ മാത്രമേ ഇപ്പം പണിയുന്നു. അപ്പോൾ ഒന്നും തുടക്കണില്ല കേട്ടോ. പിന്നെ മമ്മി ബിരിയാണിയൊക്കെ വെക്കാൻ തുടങ്ങി. ഇനി തൈരും അതേപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണം. പിന്നെന്താ ഇത്രേ ഉള്ളൂ. പിന്നെ കുളിക്കണം. ഡാഡിയും ഞാനും അവിടെ മറ്റേ എൻ്റെ ഇന്ന് പഴയ സാധനമൊക്കെ എടുത്തിട്ട് വൃത്തിയാക്കാം കേട്ടോ. അത് മമ്മീൻ്റെ ഡാഡിൻ്റെ റൂമിൽ ഒരു കബോർഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് തട്ടി വൃത്തിയാക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പണിയാണ്. അപ്പോൾ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പണി. പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, പൊതിനല്ലല്ലോ ചപ്പും കറിവേപ്പിലേ, പിന്നെ കുറച്ച് ഉപ്പും ചമ്മന്തി അടിക്കാൻ വേണ്ടി പോവാണ്. വേവിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതേശം നമ്മളെ തൈര് റെഡിയാണ്. ഇനി നമ്മൾ തൈര് കളിക്കെടുക്കാൻ പോകുന്നു. ഇനി വേറൊന്നുമില്ല, ഇത്ര തന്നെ ഉള്ളു. അപ്പോൾ കുറച്ച് അടുത്തേക്ക് വന്നാലും സൗണ്ട് കേൾക്കും. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ചോറിനാൻ വേണ്ടി പോകണം. ബിരിയാണി മസാല ഒക്കെ ബിരിയാണി ഇനി നമ്മൾ ചോറിനാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് വിശന്നിക്കുന്നു. എനിക്ക് എന്താ അറിയില്ല, വായിൽ പുണ്ണായിരുന്നു കേട്ടോ. അന്ന് വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വായിൽ പുണ്ണ് വരുന്നുണ്ട്, സംശയമുണ്ട്. വായിൽ പുണ്ണായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ പുണ്ണ് പോയി. പുണ്ണ് പോകാൻ വേണ്ടി സുർക്കയും ഉള്ളിയൊക്കെ തിന്നലാണ് എനിക്ക് പണി. അപ്പം പുണ്ണ് പോയി. പക്ഷേങ്കിൽ ഇപ്പം എനിക്ക് ഹലാക്കിലെ വിശപ്പാണ്. എനിക്കറിയില്ല, എനിക്ക് വേറെ വിശപ്പ് പളകം കാഴ്ച എല്ലാം കൂടിയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നല്ല തീറ്റയാണ് ഇപ്പോൾ. നല്ല തീറ്റയാണ് ഇപ്പോൾ. അപ്പോൾ ചോറുന്നാ ഓക്കെ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഉണ്ടല്ലോ, അത് ഞാൻ 2 ചമ്മന്തി ആക്കും. ഇപ്പോൾ എന്താ വെച്ചാൽ ഒന്നിൽ സുർക്കി ഒഴിച്ചിട്ടു, ഒന്നിൽ സുർക്ക് ഒഴിക്കാൻ. ഉള്ളിന്റെ ഇതുണ്ടോ സാലഡ്? ഉള്ളില്ല, ഉള്ളി സാലഡ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ഉള്ളി സാലഡ് സ്മെല്ലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചോറുന്നാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ പഴയ സാമാൻ എന്താണല്ലേ, പഴയ സാമാൻ എടുക്കാൻ ആളൊന്നും പോന്നേ, വെറുതെ പറഞ്ഞാണ്. അളക്കാന് പഴയ സാധനമൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടിയാണ് ഗൈസ്. ഇത് മറ്റേ കബോർഡ് മറ്റേ ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതല്ലേ. കഴിഞ്ഞ വന്നിട്ട് ഓക്കെ നമ്മ ചോറുന്നാ. ചോറ് തിന്നാ. പോരവാ ഞാൻ നോക്കുമ്പോ ഉപ്പുണ്ട്. എനിക്കൊരു പേടി കൂടാതെ. അപ്പോൾ ഗൈസ് ചോറൊക്കെ തിന്ന് നല്ല തട്ട് തട്ടിട്ടോ. ചെറിയ തട്ടല്ലോ, നല്ല തട്ട് തട്ടി. എന്താ അറിയില്ല, ഞാൻ പറഞ്ഞല്ലോ പുണ്ണ് വന്ന് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പം. എനിക്ക് കുറച്ച് തിന്ന് കഴിയുമ്പോൾ തന്നെ വീണ്ടും ഇങ്ങനെ കാളും. പള്ളം ഇങ്ങനെ വിശക്കുമ്പോൾ നമുക്കൊരു കാളിച്ചുണ്ടാവില്ല, ആ കാളിച്ച പോലെയാണ്. അപ്പോൾ ഞാൻ പിന്നെയും എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നും. അപ്പോൾ നല്ല തട്ട് തട്ടിയിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ ഇങ്ങനെ എനിക്ക് ഉറക്കം വരിക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കുറച്ച് ഉറങ്ങാനും. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഈ ദിവസം ഓക്കെ, അടുത്ത ആഴ്ച ഈ ദിവസം പെരുന്നാളായി. പെട്ടെന്നാലേ ദിവസങ്ങളൊക്കെ പോണത്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകണോ പോകണ്ടേ എന്നുള്ളതിലാണ്. ഇന്നിപ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ദിവസം ലീവ് കുറവായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നോക്കട്ടെ. ചിലപ്പോൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് രാത്രി അങ്ങാൻ പോകേണ്ടി വരും. പിന്നെന്താ, ഇടയ്ക്കിടയ്ക്ക് മഴക്കാറാവേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് വെയിലാവേണ്ടത്, അങ്ങനെ ഒരു കളിയാണ് പുറത്ത്. അപ്പം ഞാൻ ലേശം ഒന്ന് കിടക്കട്ടെ. എനിക്ക് ലേശം ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ ലേശം കിടന്നിട്ടൊക്കെ വരാം കേട്ടോ. ഗൈസ്, ഞാനിവിടെ കിടക്കായിരുന്നു ഗൈസ്.
അപ്പോൾ ഒരാൾ പഴയ പണ്ടത്തെ ആൽബം കൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ക പാരുങ്കോ യാറ് ഏതെന്താ തിരുട്ടു മൂഞ്ചി ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ട്. എന്താ ഇനി എന്റെ പ്രശ്നം എന്താ? ഇതിന്റെ ട്രോഫിയാണോ നേരത്തെ കാണിച്ചത്? അത് നോക്കട്ടെ മോനെ. ഇതാണോ സ്പൈഡർമാൻ? അന്നത്തെ കാലത്ത് സ്പൈഡർമാൻ ഇതാണ് പോലും. എന്നല്ലേ കണക്ക് മറ്റേ കാണിക്കൂ. ജോക്കർ വിട്, കൈ വിട്, ഞാൻ കാണട്ടെ. ജോക്കർ രായാവ്. തേങ്ങ വലിക്കാരൻ. നേരത്തെ പറഞ്ഞ തേങ്ങ വലിക്കാരൻ ഇതാണ് കേട്ടോ. ഇത് നോക്ക്, ഹാപ്പി ബർത്ത്ഡേ. ഇത് എത്രയല്ല 2004 തോന്നുന്നു അല്ലേ? വ്യൂവിൻ PM-ന്റെ ബർത്ത്ഡേ ഗായ്സ്. അയ്യോ വലിയ കേക്കൊക്കെ വാങ്ങി ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നുണ്ട് ഗായ്സ്. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. ഉസ്മാന്റെ ബർത്ത്ഡേ 2-ാം തീയതിയാണ് ഗൈസ്, ജനുവരി 2-നാണ്. അതുകൊണ്ടാണ് ഹാപ്പി ന്യൂ ഇയറിനും കൂടി വെച്ചത്. ഒരു 8 ആൽബം കൊണ്ട് വരുന്നുണ്ട്. എന്താ എന്റെ ഉദ്ദേശം? ഇതൊക്കെ പഴയ പൊടി തട്ടിയപ്പോ അഴവിറക്കാൻ വന്നതാ അവന്. 40-50 വയസ്സിലുള്ള ആൽബാണ്. നോക്കണങ്ങള്. ഉസ്മാനിക്ക് എന്തോ അവിടുത്തെ സിസ്റ്റർ കൊടുക്കുന്നുണ്ട്. ഇങ്ങ് തന്നേന്നുള്ള മുഖഭാവാണ്. ഷൂ നോക്ക, ഷൂ ലൂസായിട്ട് കെട്ടിയാൻ തോന്നുന്നുണ്ട്. അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് കെട്ടിയതാ. ഈ മുതലാണ് ഈ മുതൽ. സ്കൂളിലെ പരിപാടിയിൽ ഇതാ കോപ്പി എടുത്തിട്ടാ തോന്നുന്നു ചെയ്യുന്നത് കേട്ടോ. ഓനെ നോക്കിട്ടാ ചെയ്യുന്നത്. അവര് നോക്കുന്നുണ്ട് നീ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോന്ന്. ഇതെന്താണ് ആംഗ്യപ്പാട്ടാണ്? നമ്മളെ ആംഗ്യപ്പാട്ട്, നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ഇല്ലല്ലോ. ഇവിടെ പഠിച്ചത്. ഇവിടെ പഠിച്ചവരുണ്ടെങ്കിൽ വേഗം വന്ന് കമന്റ് ചെയ്തോളി. ഇവർക്ക് പണ്ട് ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ടായിരുന്നു. ഇവര് വലിയ പുള്ളിയായിരുന്നു കേട്ടോ. ഇവന്റെ ഡാഡി ഭയങ്കര റിച്ച് ആയിരുന്നു. ഡാഡിക്ക് വണ്ടി, ഡാഡിക്ക് കാർ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദേ ഇവിടെ മമ്മൂട്ടി. മമ്മൂട്ടി മമ്മൂട്ടി ഗൈസ്. ഇവിടെ ഒരാൾ മെക്കാനിക്കായിരിക്കുകയാണ്. കാറിന്റെ ഡോറിന് എന്തോ ചെറിയൊരു കംപ്ലൈന്റ്, അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയിനാണ് ഗൈസ്. ഞാൻ ഉറങ്ങി എണീറ്റ് വന്നാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഞാൻ ഉറങ്ങിയൊന്നുമില്ല. ഇപ്പോൾ സമയം വന്നിട്ട് 7 ആയിട്ടോ. ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങളായിരിക്കും ഇപ്പോഴാണ് ചായ കുടിക്കണേ. ഇവിടെ നമ്മൾ ഈ ഒരു സമയത്താട്ടോ ചായ കുടിക്കാറുള്ളത്. കാരണം വേറൊന്നുമില്ല, നമ്മൾ ഫുഡ് കഴിക്കാൻ കുറച്ച് നേരം കഴിയും. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്താണ് ചായ കുടിക്കൽ. ഒരു 7, ഒരു 7:45 ആ ഒരു ടൈമിലാണ് നമ്മളിപ്പം ചായ കുടിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗായ്സ്. എന്നിട്ട് വേണം ചായ കുടിക്കാൻ. അപ്പോൾ ഈ ചായ കുടിക്കാം, അതാണ് ഇനി നമ്മളെ പരിപാടി. അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാം. പിന്നെ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ ഇന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇൻഷാല്ല നാളെയോ മറ്റന്നാളെയോ അങ്ങനെ രാത്രി അങ്ങനെ ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ ഉണ്ടാവും. പിന്നെന്താ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് പോയി ചായ കുടിക്കാം ഗൈസ്. ഓക്കെ. ഇത് സാധനം സ്ട്രോബെറി ബട്ടി പോലെ ഉണ്ട്. അങ്ങനെ ഇതേ നമ്മൾ ചായ കുടിയും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ ഇവിടെ പുത്തൂരും കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്തു. ഇപ്പോൾ ആ സമയം വന്നിട്ട് 9:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ബിഗ് ബോസിൻ്റെ ടൈമാണ്. ഇവിടെ എല്ലാവരും ബിഗ് ബോസ് കാണും. മമ്മിയും ഡാഡിയും ഉസ്മാനും ഒക്കെ ബിഗ് ബോസ് കാണും. ഞാൻ ബിഗ് ബോസ് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ തീരെ കാണാറില്ല കേട്ടോ. എനിക്ക് അറിയില്ല എന്താണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എപ്പോഴൊന്നും കാണൂല. ഞാൻ കൂടുതലും ഈ സമയമൊക്കെ എഡിറ്റ് ചെയ്ത് നമുക്ക് നാളെ ഇടാനുള്ള വീഡിയോ ഒക്കെ സെറ്റാക്കി വെക്കാറാണ് പതിവ്. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരു പണിയില്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് കാണും. ഇപ്പോൾ എനിക്ക് ഒരു പണിയില്ല. ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള എഡിറ്റ് വയ്യ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം കുറേ നേരം എഡിറ്റ് ചെയ്യാനിരുന്ന് കഴിയുമ്പോൾ കണ്ണ് വേദനയാവും. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഇന്ന് ലാലേട്ടൻ വരും നമ്മളെ ബിഗ് ബോസ്. അപ്പോൾ അത് പോയി കാണാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ആരെങ്കിലൊക്കെ ഔട്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. ഇന്നലെ ഒരാൾ ഔട്ടായി, അപ്പോൾ ഇന്നും ഒരാൾ ഔട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കണ്ടിട്ട് വരാം. ഓക്കെ.
അപ്പോൾ ഗൈസ് ചോറൊക്കെ തിന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ ഞാനും ഉസ്മാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കോപ്പറേറ്റ് വാങ്ങി തരുവാടാ പാട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ സമയം വന്നിട്ട് 1 മണിക്ക് 10 മിനിറ്റ്. എത്ര മിനിറ്റ്? 10 മിനിറ്റ്. 12:50, 55, 60. ഓക്കെ, 10 മിനിറ്റ്. ആ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ മൈ ലൈഫ്. ഇതാണ് നമ്മുടെ ഡേ മൈ ലൈഫ്, ഒരു സൺഡേ ലൈഫ്. പിന്നെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നടന്നില്ല. അതിനൊരു കുസ്മാനിക്ക് കുറച്ച് വേറെ പരിപാടികൾ വന്ന്, അതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇൻഷാല്ലാ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് പോയിട്ട് എടുക്കണം എന്ന് വിചാരിക്കുന്നേ. പോയിരിക്കില്ല നമ്മൾ പോയിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. പിന്നെ ഡേ മൈ ലൈഫ് ഇനിയും വേണമെങ്കിൽ പറയാം. ഡേ മൈ ലൈഫ് ആകുമ്പോൾ സ്ക്രിപ്റ്റല്ല കണ്ടന്റ് വേണ്ടല്ലോ, നമുക്ക് നമ്മൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും വേണ്ട സാധനം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ, സീ യു.